എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ സിനിമ മാളികപ്പുറമായിരുന്നു. അതിന്റെ പ്രൊമോഷൻ തുടങ്ങിയത് ഇതാണ്. അതിനുശേഷം ഞാൻ എല്ലാ സിനിമകളും ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഒരു ഭാഗ്യമുള്ള കോളേജ്. അപ്പൊ ഇന്നാണ് ശരിക്കും ഇവിടെ എത്തേണ്ട 3 പേര് എത്താൻ കഴിഞ്ഞിട്ടില്ല. അർജുനും കാലുവും ഗോകുലും മറ്റൊരു പ്രോഗ്രാമായിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്താണ്. അപ്പൊ അർജുൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു, അവൻ ഇനി ഒരു തവണ ഇവിടെ വന്നിട്ട് അഡ്മിഷൻ കൊടുക്കേണ്ടിയിരിക്കണം. നമുക്ക് എല്ലാ സിനിമകളും പറയാം. എന്റെ അടുത്ത് എടുത്തു പറയാൻ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ആളുകളോടും അതിന്റെ അന്വേഷണം പറയാൻ പറഞ്ഞു, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്. അപ്പൊ അത് അതിനുവേണ്ടി ഞാനിവിടെ പറയാണ്. പിന്നെ എന്റെ ഏറ്റവും സന്തോഷം, വിഷ്ണുവിനൊപ്പം ഞാൻ വീണ്ടും ഒരു സിനിമ മാളികപ്പുറത്തിന് ശേഷം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് വിഷ്ണു. ഞാനും ഇവിടെ സിനിമ സ്വപ്നം കണ്ട് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എന്റെ എല്ലാ കഥകളും ഞാൻ ആദ്യം പറയുന്നത് വിഷ്ണുവിനോടാണ്. അവൻ അത് കൃത്യമായി പറയും, ചേട്ടാ ഇത് ഞാൻ ചെയ്തോളാം, ഇത് മറ്റേതെങ്കിലും ഡയറക്ടറുടെ തലയിൽ വെച്ച് കൊടുത്തോളാം പറയും മറ്റു കഥകൾ. അങ്ങനെ അവരെടുത്ത സിനിമകളിൽ ഞങ്ങൾ 2019 മുതൽ കാണുന്ന സ്വപ്നമാണ് സുമതി വളവ്. അന്ന് ശരിക്കും ഞാനും വിഷ്ണു സിനിമ ചെയ്തിട്ടില്ല. അന്ന് ഇങ്ങനെ ഈ സിനിമയുടെ ഭാഗമായി ഞങ്ങൾ ഓരോ സംവിധായകരുടെ ഓരോ നിർമ്മാതാക്കളുടെ അടുത്തും ഒക്കെ ചെല്ലുമ്പോൾ അവർ പറയും, നിങ്ങൾ സിനിമ ചെയ്തിട്ട് വാ, നിങ്ങൾ പ്രൂവ് ചെയ്തിട്ട് നമുക്ക് സിനിമ ചെയ്യാമെന്ന് പറയും. അന്നൊരു 3.5 കോടി രൂപ 4 കോടിക്കകത്ത് തീരുന്ന ഒരു സിനിമയായിട്ടാണ് സുമതി വളവ് പ്ലാൻ ചെയ്തത്. അർജുൻ അന്ന് കഥ കേട്ടിട്ടുണ്ട്, 2019 കഥ കേട്ടിട്ടുണ്ട്. അന്ന് അവനും ഈ പറയുന്ന പോലത്തെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്തൊരു സമയമാണ്. അന്ന് ഞങ്ങളെ വിശ്വസിച്ച് ഈ സിനിമ ചെയ്യാൻ ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് കാലം മുന്നോട്ട് പോയി, ഞങ്ങൾ സിനിമകൾ ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് അതിൽ ഹിറ്റുകൾ ഉണ്ടാകുന്നു. ഇന്ന് 15 കോടി രൂപ മുതൽ മുടക്കിലാണ് സുമതി വളവ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്.